രണ്ടാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോഗ്രാം ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൊരു ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ നമുക്കെങ്ങനെ പ്രോഗ്രാം റൈറ്റ് ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നാം റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് സേവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പിൽ ഒരു ന്യൂ ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൾഡർ നെയിം നൽകുക. ഉദാഹരണമായിട്ട് പ്രോഗ്രാംസ് എന്നൊരു നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തായിരിക്കും നാം ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസുകളും സേവ് ചെയ്യേണ്ടത്. ജീനി എന്ന യൂസർ ഇൻ്റർഫേസ് സോഫ്റ്റ്വെയറിൻ്റെ അകത്താണ് നാം CPP പ്രോഗ്രാം റൈറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാമിംഗ് എന്ന ടാബിൻ്റെ അകത്ത് ജീനി എന്ന സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക. ഇതേ രീതിയിലുള്ളൊരു ഇൻ്റർഫേസ് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. അവിടെ അൺടൈറ്റിൽ എന്നൊരു ഫയൽ ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്യപ്പെടും. അതിൽ നിങ്ങൾക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മെനുവിലെ ഫയൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുക. പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം അത് സേവ് ചെയ്യുക. അതിനുവേണ്ടി ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സേവ് ആസ്. ദെൻ നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ നിന്ന് പ്രോഗ്രാംസ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഫയൽ നെയിമായിട്ട് demo.cpp. ഫയൽ സേവ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ .cpp മസ്റ്റാണ്. എനി നെയിം .cpp. ഫോർ എക്സാമ്പിൾ demo.cpp. ദെൻ സേവ് ചെയ്യുന്നു. ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഡെമോ പ്രോഗ്രാം നമുക്കാദ്യം റൈറ്റ് ചെയ്യാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ അറിയാം. ഫസ്റ്റ് ഹെഡർ ഫയൽ #include IOStream. ദെൻ യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ. യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ. ദെൻ ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ബ്രേസ് ബ്രാക്കറ്റ്. ദെൻ cout ഓപ്പറേറ്റർ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഹായ് വെൽക്കം ടു CPP ക്ലോസ് ഡബിൾ കോഡ്സ് സെമിക്കോളൻ. ദെൻ റിട്ടേൺ 0 സെമിക്കോളൻ ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സേവ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രോഗ്രാം കമ്പൈലേഷൻ. അതിനുവേണ്ടി ഹെൽപ്പ് എന്ന മെനു ബാറിന് തൊട്ട് ഭാഗത്ത് കാണപ്പെടുന്ന കമ്പൈൽ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് മെസ്സേജ് ബാറിൽ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. സക്സസ് ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് ബിൽഡ് ചെയ്യുക. പ്രോഗ്രാം ബിൽഡ് ചെയ്യുക. കമ്പൈൽ എന്ന ഐക്കൻ്റെ തൊട്ട് ഭാഗത്ത് കാണുന്ന ഒരു ബോക്സ് ഐക്കൺ, അതാണ് ബിൽഡ് എൻ്റെ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യുക. ബിൽഡും സക്സസ്ഫുള്ളി ആണെങ്കിൽ ദെൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക ഓർ പ്രോഗ്രാം റൺ ചെയ്യുക. റൺ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതാണ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വിൻഡോ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ റിസൾട്ടായിട്ടുള്ള ഹായ് വെൽക്കം ടു CPP എന്ന മെസ്സേജ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ വരുന്ന കോമൺ ആയിട്ടുള്ള ചില എറേഴ്സ് ബഗ്സ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം.
യൂസിങ് നെയിം സ്പേസ് ഇൻറ്റ് റിട്ടേൺ ഇവയൊക്കെ കീവേഡ്സ് ആണ്. നോർമലി എല്ലാ കീവേഡ്സും നാം റൈറ്റ് ചെയ്യുമ്പോൾ അത് നീല നിറത്തിൽ ഡാർക്ക് ബ്ലൂ നിറത്തിൽ എന്ത് ചെയ്യുന്നതോടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഉദാഹരണമായിട്ട് നെയിം സ്പേസ് എന്ന വേർഡ് 2 വേർഡായിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ടുണ്ടാവും. ഈ രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കമ്പയലേഷൻ ഫെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പ്രോഗ്രാം നല്ലവണ്ണം പഠിച്ചുകൊണ്ട് പോകും. ഇതേ രീതിയിൽ ചില മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടാത്ത അവസ്ഥ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, കീവേഡ്സ് ആണെങ്കിൽ അത് കറക്റ്റ് സ്പെല്ലിങ്ങിലാണെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ നിറത്തിൽ എന്ത് ചെയ്യോടെ ഡിസ്പ്ലേ ചെയ്യും. മറ്റൊരു മിസ്റ്റേക്കാണ് യൂസിങ് നെയിം സ്പേസ് STD എന്ന് കഴിഞ്ഞാൽ അവസാന ഭാഗത്തൊരു സെമിക്കോളൻ നിർബന്ധമായിട്ട് റൈറ്റ് ചെയ്യണം. പല വിദ്യാർത്ഥികളും അത് റൈറ്റ് ചെയ്യാൻ മറന്നുപോകും. ഇതേ രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കമ്പയലേഷൻ ഫെയിൽഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എറർ കാണാം, എക്സ്പെക്റ്റഡ് സെമിക്കോളൻ ബിഫോർ ഇൻറ്റ്. അതുപോലെ തന്നെ ഒരു ചുവന്ന ലൈന് കാണാം. ചുവന്ന ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ലൈനിലായിരിക്കും എറർ, അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈനിലായിരിക്കും. മറ്റൊരു എററാണ് നാം സ്ട്രിങ്സ് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് ഡബിൾ കോഡ്സിനകത്ത് കറക്റ്റായിട്ട് റൈറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഹായ് വെൽക്കം ടു CPP എന്ന സ്ട്രിങ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഡബിൾ കോഡ്സിനകത്ത് കൃത്യമായിട്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ അവസാന ഭാഗത്ത് സെമിക്കോളൻ ഇടാത്തതുകൊണ്ട് ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ എറേഴ്സ് നിങ്ങളെ റെക്ടിഫൈ ചെയ്യാൻ പഠിക്കണം. മറ്റൊരു കോമൺ എററാണ് റിട്ടേൺ 0. 0ക്ക് പകരം പലരും O എന്ന് റൈറ്റ് ചെയ്യാറുണ്ട്. റിട്ടേൺ O. ശ്രദ്ധിക്കുക, O ആണെങ്കിൽ അത് ബ്ലാക്ക് നിറത്തിൽ കാണപ്പെടും. നമ്പേഴ്സ് ആണെങ്കിൽ C++ പ്രോഗ്രാമിൻ്റെ അകത്ത് അതൊരു ഗ്രീൻ കളറിലാണ് അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാം, റിട്ടേൺ 0 എന്നാണ്. പല വിദ്യാർത്ഥികളും 0ക്ക് പകരം O റൈറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ 0 രണ്ട് വേർഡാണ്, ഒരുമിച്ച് റൈറ്റ് ചെയ്യാൻ പാടില്ല. റിട്ടേൺ സ്പേസ് 0 എന്നാണ്. ഇതുകൂടി പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. പ്രാക്ടിക്കലിന് നാം ചെയ്യേണ്ട ഫസ്റ്റ് പ്രോഗ്രാം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇൻപുട്ട് 3 numbers ആൻഡ് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. 3 numbers നമുക്ക് ഇൻപുട്ട് ചെയ്യണം. അതിൽ നിന്ന് ഏറ്റവും വലിയ നമ്പറിനെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഈ ഒരു പ്രോഗ്രാമാണ് ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് നമുക്ക് റെക്കോർഡിലും ലാബിലും ചെയ്യാനുള്ളത്. അതെങ്ങനെ ചെയ്യുക എന്ന് നമുക്കാദ്യം പരിശോധിക്കാം. നാം ആദ്യം ചിന്തിക്കേണ്ടത്, നാം പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസറായിട്ടും അതുപോലെ തന്നെ പ്രോഗ്രാമറായിട്ടും ചിന്തിക്കണം. അപ്പോൾ ആദ്യം യൂസർ എന്ന രീതിയിൽ ഔട്ട്പുട്ട് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുക. ഔട്ട്പുട്ട് മനസ്സിൽ ഡിസൈൻ ചെയ്യുക. ഉദാഹരണമായിട്ട് ഇതേ രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. എൻ്റർ 3 numbers. എൻ്റർ 3 numbers എന്നൊരു മെസ്സേജ് ഔട്ട്പുട്ട് വിൻഡോയിൽ പ്രിൻ്റ് ചെയ്യണം. യൂസർക്ക് ഇഷ്ടപ്പെട്ട എനി 3 numbers അവിടെ ഇൻപുട്ട് ചെയ്യണം. ഉദാഹരണമായിട്ട് 40, 60, 20. യൂസർ 3 numbers ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അവിടെ പ്രിൻ്റ് ചെയ്യണം. ലാർജസ്റ്റ് നമ്പർ ഈസ് 60 എന്ന റിസൾട്ട് പ്രിൻ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാമിൻ്റെ എയിം. ദെൻ അടുത്തതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, എത്ര മെമ്മറി ലൊക്കേഷൻസ് അഥവാ ഹൗ മെനി വേരിയബിൾസ് നമുക്ക് ആവശ്യമുണ്ട്. 3 numbers ആയതുകൊണ്ട് വി ഹാവ് ടു യൂസ് 3 വേരിയബിൾസ്. 3 ഇൻറ്റിജർ വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇവയെ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാം. നമുക്കറിയാം, കമ്പാരിസന് വേണ്ടി നാം യൂസ് ചെയ്യുന്നത് ഈഫ് എൽസ് അല്ലെങ്കിൽ ഈഫ് എൽസീഫ് എന്ന സ്ട്രക്ചറാണ്. ഈഫ് എൽസീഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നിൽ കൂടുതൽ കമ്പാരിസൺ വരുമ്പോൾ പ്രോഗ്രാമിനകത്ത് നാം ഉപയോഗിക്കുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 3 വേരിയബിൾസ് വേണം. അതുപോലെ തന്നെ കമ്പാരിസന് വേണ്ടി ഈഫ് എൽസീഫ് കൂടി നമ്മൾ പ്രോഗ്രാമിനകത്ത് റൈറ്റ് ചെയ്യണം. നമുക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാം. പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടി
ജീനി എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ എന്ന മെനുവിൽ നിന്നും സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ നിന്നും നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഫയൽ നെയിമായിട്ട് ഫോർ എക്സാമ്പിൾ ലാർജസ്റ്റ് എന്ന് കൊടുക്കുന്നു. ലാർജസ്റ്റ് .cpp ചെറിയ അക്ഷരത്തിൽ നിർബന്ധമായിട്ടും കൊടുക്കണം. ലാർജസ്റ്റ് .cpp എന്ന ഫയൽ കൊടുത്ത് നമ്മുടെ CPP പ്രോഗ്രാം സേവ് ചെയ്യുന്നു. ദെൻ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നു. #include IOStream using namespace std. Then main function int main function bracket, then curly bracket ഓപ്പൺ ചെയ്യുന്നു, ബ്രേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ നമുക്ക് വേണ്ട 3 വേരിയബിൾസ് വേണ്ട റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ള 3 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻറ്റ് a, b, c ലാസ്റ്റ് സെമിക്കോളൻ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും അവസാനം സെമിക്കോളൻ മസ്റ്റാണ്. ദെൻ യൂസറോട് പറയുന്നു cout enter 3 numbers. യൂസർക്കൊരു മെസ്സേജ് നൽകുന്നു cout enter 3 numbers സെമിക്കോളൻ. സ്ട്രിങ്സ് കൊടുക്കുമ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് റൈറ്റ് ചെയ്യണം. ദെൻ ഇൻപുട്ട് റീഡ് ചെയ്യുന്നു ബൈ യൂസിങ് cin എന്ന കമാൻഡ്. cin ഓപ്പറേറ്റർ a ഓപ്പറേറ്റർ b ഓപ്പറേറ്റർ c. cin a ഓപ്പറേറ്റർ b ഓപ്പറേറ്റർ c സെമിക്കോളൻ. ഇനി ഇതൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെവ്വേറെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. ഉദാഹരണമായിട്ട് cin a സെമിക്കോളൻ, cin b സെമിക്കോളൻ, cin c സെമിക്കോളൻ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. 3 ഇൻപുട്ട് ലഭിച്ചു കഴിഞ്ഞാൽ if else if എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവയെ കമ്പാരിസൺ ചെയ്യേണ്ടത്. ദെൻ ആദ്യം if a greater than b ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ a greater than c. a എന്ന വേരിയബിളിനെ ബിയുമായിട്ടും സിയുമായിട്ടും കമ്പയർ ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ cout ലാർജസ്റ്റ് നമ്പർ ഈസ് a എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. cout ഓപ്പറേറ്റർ ഡബിൾ കോട്ട്സിനകത്ത് ലാർജസ്റ്റ് നമ്പർ ഈസ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, വീണ്ടും ഓപ്പറേറ്റർ a. ഇതേ രീതിയിൽ തന്നെ റൈറ്റ് ചെയ്യണം. ലാർജസ്റ്റ് നമ്പർ ഈസ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, ഓപ്പറേറ്റർ a. അഥവാ വേരിയബിൾസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട്സ് റൈറ്റ് ചെയ്യാൻ പാടില്ല. ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് a എന്ന് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യില്ല. അതുകൊണ്ട് വേരിയബിൾസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് വിത്തൗട്ട് ഡബിൾ കോട്ട്സിൽ തന്നെ എഴുതാൻ ശ്രമിക്കേണ്ടതാണ്. ദെൻ സെക്കൻഡ് കമ്പാരിസൺ ഈഫ് കഴിഞ്ഞാൽ എൽസ് ഈഫാണ് യൂസ് ചെയ്യുന്നത്. എൽസ് സ്പേസ് ഈഫാണ്. ഒരിക്കലും എൽസ് ഈഫ് ഒരു സിംഗിൾ വേർഡല്ല. എൽസ് സ്പേസ് ഈഫ് ഇടുക, ദെൻ കമ്പാരിസൺ. ഇപ്പോൾ എയുടെ കേസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ ബിയും സി ആണുള്ളത്. സോ എൽസ് ഈഫിൻ്റെ അകത്ത് ബി ഗ്രേറ്റർ ദാൻ സി, ബീനെ സിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ cout ലാർജസ്റ്റ് നമ്പർ ഈസ് ബി എന്ന് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എയുടെ കേസ് നമ്മൾ റൈറ്റ് ചെയ്തു, ബിയുടെ കേസും റൈറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ സി മാത്രമേ ഉള്ളൂ. സോ എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് എൽസ് റൈറ്റ് ചെയ്യുന്നു. എൽസിനെ കൂടെ ഒന്നും റൈറ്റ് ചെയ്യാൻ പാടില്ല, എൽസ് എന്ന് മാത്രം റൈറ്റ് ചെയ്യുന്നു. താഴ്ഭാഗത്ത് cout ലാർജസ്റ്റ് നമ്പർ ഈസ് സി എന്ന് കൊടുക്കുന്നു. ലാർജസ്റ്റ് നമ്പർ ഈസ് ഓപ്പറേറ്റർ സി എന്ന് കൊടുക്കുന്നു, സെമിക്കോളൻ. ദെൻ എല്ലാ കമ്പാരിസണും കഴിഞ്ഞാൽ ലാസ്റ്റ് റിട്ടേൺ 0, റിട്ടേൺ സ്പേസ് 0 സെമിക്കോളൻ റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. റിട്ടേൺ 0 സെമിക്കോളൻ മെയിൻ ഫങ്ഷൻ്റെ ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും ലാസ്റ്റിൽ ക്ലോസ് ചെയ്യണം. ദെൻ പ്രോഗ്രാം റൈറ്റ് ചെയ്താൽ നേരെ കമ്പൈൽ ചെയ്യുന്നു. അത് സക്സസ്ഫുള്ളി ആണെങ്കിൽ ബിൽഡ് ചെയ്യുക. ബിൽഡും സക്സസ്ഫുള്ളി ആണെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുക. ഔട്ട്പുട്ട് വിൻഡോയിൽ എൻ്റർ 3 നമ്പേഴ്സ് എന്ന് കാണാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുക. ഉദാഹരണമായിട്ട് 40, 30, 60 എന്നിട്ട് കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ലാർജസ്റ്റ് നമ്പർ ഈസ് 60 എന്ന്. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: ഇൻപുട്ട് എ നമ്പർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്ത അഥവാ ഇൻപുട്ട് ചെയ്ത നമ്പർ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം ഒരു ഔട്ട്പുട്ട് ഡിസൈൻ ചെയ്യുന്നു. എപ്പോഴും മനസ്സിലൊരു പ്രോഗ്രാം കോഡ് റൈറ്റ് ചെയ്യുന്ന മുന്നോടിയായിട്ട് ആദ്യം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് മനസ്സിൽ ഡിസൈൻ ചെയ്യാം. ഉദാഹരണമായിട്ട് എൻ്റർ എ നമ്പർ എന്നൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. യൂസർ ഇഷ്ടപ്പെട്ട നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് -40 എന്ന് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നെഗറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. മറ്റൊരു യൂസർ 60 എന്ന് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. വേറെ യൂസർ 0 ആണെങ്കിൽ ആൻസർ 0 എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഈ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യാൻ നമുക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ അഥവാ ഒരു ഇൻറ്റിജർ വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഇവിടെ 3 കമ്പാരിസൺ ഉണ്ട്. ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം. സോ വി ഹാവ് ടു യൂസ് ഈഫ് എൽസ് ഈഫ് സ്ട്രക്ചർ പ്രോഗ്രാമിൻ്റെ അകത്ത് ഉപയോഗിക്കണം. ഈ പ്രോഗ്രാം നമുക്കൊന്ന് എഴുതി നോക്കാം. ജീനി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഒരു ന്യൂ ഫയൽ എടുത്ത് അതാദ്യം സേവ് ചെയ്യുക. ഫയൽ നെയിമായിട്ട് positive.cpp എന്ന് positive.cpp നിർബന്ധമായിട്ടും കൊടുക്കണം. എന്നിട്ട് സേവ് ചെയ്യുന്നു. ദെൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം ഹെഡർ ഫയൽ റൈറ്റ് ചെയ്യുന്നു. #include IOStream #include IOStream. then using namespace std semicolon. then main function int main ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബ്രേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഒരു മെമ്മറി ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻറ്റ് എൻ എന്നൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻറ്റ് എൻ സെമിക്കോളൻ ഒരു ഇൻറ്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ യൂസർക്കൊരു മെസ്സേജ് കൊടുക്കുന്നു ബൈ യൂസിങ് cout കമാൻഡ്. cout ആണ് നമ്മുടെ ഔട്ട്പുട്ട് കമാൻഡ്. cout ഡബിൾ കോട്ട്സിനകത്ത് പ്ലീസ് എൻ്റർ എ നമ്പർ, ഡബിൾ കോട്ട്സിനകത്ത് പ്ലീസ് എൻ്റർ എ നമ്പർ സെമിക്കോളൻ. ദെൻ റീഡ് ചെയ്യുന്നു cin എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് റീഡ് ചെയ്യുന്നു. cin വേരിയബിൾ നെയിം n സെമിക്കോളൻ. ദെൻ കമ്പാരിസന് വേണ്ടി നമ്മൾ ഈഫ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നു. ഈഫ് n ഗ്രേറ്റർ ദാൻ 0 ഒരു നമ്പർ 0യിലും വലുതാണെങ്കിൽ മാത്രമേ അത് പോസിറ്റീവ് ആവുകയുള്ളൂ. സോ ഈഫിൻ്റെ കൂടെ n ഗ്രേറ്റർ ദാൻ 0, എന്നിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഔട്ട്പുട്ടായിട്ട് cout പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. cout ഡബിൾ കോട്ട്സിനകത്ത് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു സെമിക്കോളൻ. അപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെ കേസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഒരു നമ്പർ എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ആ സംഖ്യ 0ലും ചെറുതാണെങ്കിൽ 0ലും ചെറുതാണെങ്കിലാണ് ആ നമ്പർ നെഗറ്റീവ് ആവുക. സോ അടുത്ത കണ്ടീഷൻ എൽസ് ഈഫ് വെച്ചുകൊണ്ട് റൈറ്റ് ചെയ്യുന്നു. എൽസ് ഈഫ് n ലെസ് ദാൻ 0 ആണെങ്കിൽ cout നെഗറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കേസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മുടെ തേർഡ് ഓപ്ഷൻ 0 ആണ്. അതുകൊണ്ട് ഇവ രണ്ടും അല്ലെങ്കിൽ അപ്പോൾ എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. എൽസ് ഈഫ് കഴിഞ്ഞാൽ അടുത്തത് എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ചെയ്യുന്നു. cout 0 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ 3 കേസ് നമ്മൾ സോൾവ് ചെയ്തു. ദെൻ ലാസ്റ്റ് പ്രോഗ്രാമിൻ്റെ അവസാന സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ 0 സെമിക്കോളൻ.
ദെൻ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നു. ദെൻ സേവ് ചെയ്യുന്നു, നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, അത് സക്സസ്ഫുൾ ആകുന്നു. ദെൻ ബിൽഡ് ചെയ്യുന്നു, അതും സക്സസ്ഫുൾ ആകുന്നു. ദെൻ റൺ ചെയ്യുന്നു, പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഔട്ട്പുട്ട് വിൻഡോയിൽ പ്ലീസ് എൻറ്റർ എ നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യും. യൂസർ കീബോർഡിലൂടെ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് 50 എന്നൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ റിസൾട്ടായിട്ട് പോസിറ്റീവ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു.